അപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് കളവായി കേസ് രജിസ്റ്റർ ചെയ്ത് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തെ പോലും ഇതിലേക്ക് വലിച്ചയക്കുകയായി ചെയ്തു. കോടതി വാറണ്ട് പുറപ്പെടുവിച്ച കേസിൽ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം പുള്ളി എന്നോട് സെറ്റിൽമെന്റ് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ സെറ്റിൽമെന്റ്? 50,000 രൂപയുടെ ചെക്ക് കേസ് 15,000 രൂപക്ക് സെറ്റിൽ ചെയ്യണം. ലിമിറ്റിൽ പോലും ഇല്ലാത്ത ഒരാളെ പേരിൽ കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പോലീസിന്റെ ധിക്കാരം? എന്താ അഹങ്കാരം? നമസ്കാരം. പോലീസുകാരാൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടതിന്റെ ചരിത്രം നിരവധി ആളുകൾക്ക് പറയാനുണ്ട്. അത്തരത്തിൽ പോലീസുകാരുടെ ക്രൂരമായ പീഡനത്തിനിരയായി പിന്നീട് നീതിക്ക് വേണ്ടി 16 വർഷം പോരടിച്ചൊടുവിൽ നീതി ലഭിച്ചതിന്റെ കഥയാണ് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷാജർ റാഫത്തിന് പറയാനുള്ളത്. 16 വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചിരിക്കുകയാണ് അല്ലെ? എന്താണ് പറയുന്നത്? ഇത് നീതി ലഭിച്ചതിൽ, നീതിപീഠത്തെ സമീപിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നീതി ലഭിച്ചതിൽ. പക്ഷെ ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി 2010 എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് കളവായി കേസ് രജിസ്റ്റർ ചെയ്ത് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തെ പോലും ഇതിലേക്ക് വലിച്ചയക്കുകയായി ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ചെയ്യാത്തൊരു കുറ്റമാണെന്ന് എനിക്ക് ഉത്തമ ബോധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഫൈറ്റ് ചെയ്ത് പോയത്. ഈ 16 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പം അന്ന്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ VS ജോർജിൻ സർക്കാരിന്റെ ഭരണ കാലഘട്ടത്തിലായിരിക്കും അല്ലെ? അപ്പൊ അന്ന് എന്തായിരുന്നു ഈ കുറ്റം? അതായത് എനിക്കൊരു കച്ചവടം ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടറിന്റെ സ്ഥാപനം, സർവീസ്, സെയിൽസ് ആൻഡ് സർവീസ്, 4-5 ബ്രാഞ്ചോട് കൂടിയിട്ട്. പക്ഷെ ഇദ്ദേഹം അത് പൂട്ടിച്ചു കേട്ടോ, 4-5 ബ്രാഞ്ചോട് കൂടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു മിസ്റ്റർ ഉമേഷ് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് അതിലേക്ക് ചെക്ക് തന്നു. പണം തരാതെ വന്നപ്പോൾ അത് നോർമലി കോടതി മുമ്പാകെ ഫയൽ, ചെക്ക് റിട്ടേൺ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി മുമ്പാകെ കേസ് ഫയൽ ചെയ്തു. കോടതി അത് ദാറ്റ് ഈസ് ഓൺ 2008. അതിൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു 2009. ആ വാറണ്ട് നിലനിൽക്കെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ സ്ഥാപനം. അതിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ക്രിമിനൽ കേസ് കൂടെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. ഇതുമായി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഞാൻ പരാതിയുമായി ചെന്ന് പരാതി ഈ SHO KK ബിജു, നടക്കാവ് SHO ആണ്. അദ്ദേഹം ഇത് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. കോടതി വാറണ്ട് പുറപ്പെടുവിച്ച കേസിൽ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം പുള്ളി എന്നോട് സെറ്റിൽമെന്റ് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ സെറ്റിൽമെന്റ്? 50,000 രൂപയുടെ ചെക്ക് കേസ് 15,000 രൂപക്ക് സെറ്റിൽ ചെയ്യണം. ഞാനത് ഉടനടി തന്നെ തൊട്ടടുത്താണല്ലോ, നടക്കാവ് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണല്ലോ ADGP ഓഫീസ്. ഞാൻ അവിടെ അദ്ദേഹത്തെ കണ്ടു, കാര്യം ധരിപ്പിച്ചു. കമ്മീഷണറെ കണ്ടു, കാര്യം ധരിപ്പിച്ചു. അതിൽ പുള്ളിക്ക് എന്നോട് വൈരാഗ്യമുണ്ട്. 2010 ഫെബ്രുവരി 17 ടാഗോർ ഹാളിന് മുൻവശം വെച്ച് ഇത് ഈ SHOന്റെ, അതായത് KK ബിജു SIയുടെ, അന്ന് സബ് ഇൻസ്പെക്ടർമാരാണ് SHO, പുള്ളിയുടെ ഡ്രൈവർ ഗംഗേഷ് ടാഗോർ ഹാളിന് മുമ്പിൽ വെച്ച് അനധികൃതമായി ഫൈൻ ഈടാക്കാം. നോർമലി പോലീസ് ഡ്രൈവർമാർക്ക് പോലീസ് വാഹനം ഓടിക്കുക എന്ന് മാത്രമാണ്, അതല്ലാതെ മറ്റു ഡ്യൂട്ടികളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ നമ്മുടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ ചാർജ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു സമയത്ത് എന്നെ കണ്ട് എന്നെ വിളിച്ചു. ഞാനതിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കത്, വെറുതെ അനധികൃതമായിട്ട് നിങ്ങളുടെ ഈ ഫൈൻ ഈടാക്കരുത്, സഹായിച്ചു കൊടുക്കുന്നതാണ്. നിന്നെ പിന്നെ കണ്ടോളാം, നിന്നെ ഞങ്ങൾ ശരിയാക്കാൻ വെച്ചതാണ്. പുള്ളി വണ്ടി എടുത്ത് പോയി. പിന്നെ എൻ്റെ പേരിൽ 21/2/2010 ഒരു FIR ആണ്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിച്ചു, കൈ കാണിച്ച് നിർത്തി. ഞാൻ അത് മര്യാദക്കാരനാണ് കേട്ടോ, കൈ കാണിച്ചപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. പേരും വിവരവും ചോദിച്ചപ്പോൾ തട്ടിക്കയറി. എൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 26/2/2010 2 ASIമാർ ഇവിടെ എൻ്റെ വീട്ടിൽ വരുന്നത്. ഞാൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മയെ ഭീഷണിപ്പെടുത്തും, അവനെ ശരിയാക്കി കൊടുക്കുക, വണ്ടി കിട്ടണം, അങ്ങനെ നല്ല. എൻ്റെ വണ്ടി അവിടെ മുറ്റത്തുണ്ട്, അവർ വണ്ടി കണ്ടിട്ടുമുണ്ട്, അവരുടെ റിപ്പോർട്ടിൽ വണ്ടി കാണുന്നുണ്ട്. അന്ന് വണ്ടി അവർക്ക് വേണ്ട, എൻ്റെ വീട് എടുത്ത് കൊണ്ടുപോയിട്ടില്ല. 26/2 എൻ്റെ വീട്ടുമുറ്റത്ത് വാഹനം നിർത്തിയിട്ടെന്ന് പറഞ്ഞാൽ അവർ തന്നെ കൊടുത്ത റിപ്പോർട്ടാണ്. പക്ഷെ എന്നെ സ്റ്റേഷനിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് പതിക്കുക. 6/3/2010 നടക്കാവ് പോലീസ് സ്റ്റേഷൻ മുമ്പാകെ ഹാജരായി രേഖകളൊക്കെ കൊടുക്കണം. ആ നോട്ടീസ് പതിച്ചവർ പോകും.
ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തെന്ന് എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു ഉടനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ പേരിൽ FIR ഇട്ട ഉടനെ ഞാൻ എന്താക്കുന്ന വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുന്നു. എൻ്റെ 2009 ഞാൻ തന്ന ഉമേഷിനെതിരെ ഈ വാറന്റ് പ്രതിക്കെതിരെ തന്ന പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു? പുള്ളി തന്ന മറുപടി എന്താണ്? 2 പേരെ ഈ സെറ്റിൽമെന്റിന് വിളിച്ചു, 2 പേരും ഹാജരായില്ല. വാറന്റ് കേസിനെ എന്തായത് പോലീസിന്റെ ഒരു അഹങ്കാരം എഴുതി തരുന്നു റൈറ്റിങ്ങില്, പുള്ളിയുടെ സ്വന്തം കൈപ്പടയില. അത് പുള്ളി എനിക്ക് മറുപടി തരുന്നത് ആ 26-ാം തീയതി തന്നെ ഞാൻ കമ്മീഷണർക്കും ADGPക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തു. ഈ പരാതി കിട്ടുന്നത് 2-ാം തീയതിയാണ്. 6-ാം തീയതി കേട്ടോ എന്നോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയുന്ന രേഖകൾ. 2-ാം തീയതി പുള്ളിക്ക് ഈ കത്തുകൾ കിട്ടുന്ന, ഈ വിവരാശത്തിന്റെ അപേക്ഷ കിട്ടുന്നത്, എൻ്റെ അപേക്ഷ കിട്ടുന്നത്, അതുപോലെ തന്നെ ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പിയും കിട്ടുന്നു. ഞാൻ പുള്ളിക്ക് അന്ന് ഹർത്താൽ ദിവസ ഒരു ബസ് പോലീസുകളും ക്രെയിനും, ഞാനെന്തോ തീവ്രവാദി എന്ന രീതിയിൽ എൻ്റെ വീട് വന്ന് എൻ്റെ സഹോദരനെ മർദ്ദിക്കുന്ന, എൻ്റെ ഉമ്മ ബോധം കെട്ട് വീഴുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ വാഹനം എടുത്തു കൊണ്ടുപോകുന്നു. എന്താ ഇത്? അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മൊബൈലിൽ സംസാരിച്ചു എന്ന് അവരെടുത്ത കോൾ ഡീറ്റെയിൽസ്, അവർ കോടതി മുമ്പാകെ സമർപ്പിച്ച കോൾ ഡീറ്റെയിൽസിൽ ഞാൻ എന്തില്ല, എൻ്റെ ഇൻകമിങ് കോൾ ഇല്ല, ഔട്ട് ഗോയിങ് കോൾ ഇല്ല, ഞാൻ ലിമിറ്റിലില്ല, സബ് ഡിവിഷനിലും ഇല്ല. പറഞ്ഞ സമയത്ത് അപ്പോഴല്ലേ അപ്പൊ അത് കള്ളക്കേസല്ലേ? ലിമിറ്റിൽ പോലും ഇല്ലാത്ത ഒരാളെ പേരിൽ കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പോലീസിന്റെ ധിക്കാരം, എന്താ അഹങ്കാരം, എന്നിട്ട് എൻ്റെ ഈ പരാതി കൊടുത്താൽ ആക്രമിക്കുക, അല്ലെങ്കിൽ അവനെ കേസിൽപ്പെടുത്തുക, അവനെ ഉപദ്രവിക്കുക, അവനെ അഹങ്കാരിയാക്കുക, അവനെ തട്ടിക്കാരുന്നവനാക്കുക, അവനെ സാഡിസ്റ്റ് ആക്കുക, അവനെ എന്താ പറയാ, അവന്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങളില്ല. പക്ഷെ ഞാൻ 16 വർഷം ഞാൻ സഹിച്ചു, ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ ക്രൂരത ഏറ്റതിന് പുറമെ തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരു പദവിയിൽ ഇരിക്കുന്നുണ്ട്, പാർട്ടിയുടെ പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നതിൽ പ്രയാസമുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ പൊതു ജീവിത രാഷ്ട്രീയ രംഗം പോലും എന്നെ അവസാനിപ്പിക്കാനുള്ള ശ്രമം പോലും ഉണ്ടായിട്ടുണ്ടായി. ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോ എനിക്ക് പറയേണ്ട ഒരു ഘട്ടം വരുമ്പോ അത് പറയേണ്ടി വരും എന്ന സമയം വരാണെങ്കിൽ ഞാൻ പറയുക തന്നെ ചെയ്യും. പക്ഷെ എനിക്ക് ഒരുപാട്, ഞാനും എൻ്റെ കുടുംബവും ഇപ്പൊ പക്ഷെ എനിക്ക് നീതിപീഠത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ 2 രേഖകൾ നിങ്ങൾ പരിശോധിച്ചോ, പൊതുസമൂഹം പരിശോധിച്ചോ, ഞാൻ പൊതുസമൂഹത്തിന് മുമ്പാകെ വെക്കുക. അതിൽ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേസ് അവസാനിപ്പിക്കാൻ തയ്യാറാ. ഇപ്പോൾ ഷാജിർക്ക നമ്മളോട് വ്യക്തമായിരുന്നു, 16 വർഷങ്ങൾക്ക് മുൻപ് താൻ ചെയ്യാത്തൊരു കേസിന്റെ പേരിൽ തന്റെ വീടിനകത്ത് അതിക്രമിച്ച് കയറി സഹോദരനെ മർദ്ദിച്ചു. ആ കാഴ്ച കണ്ടുമ്മ ബോധം കെട്ട് വീണു, വീടിനും വാഹനത്തിനും അടക്കം നാശനഷ്ടം ഉണ്ടാക്കി എന്നെല്ലാം ഉൾപ്പെടെയുള്ള പരാതികൾ ചുമത്തിക്കൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ കേസുമായി മുന്നോട്ട് പോയത്. 16 വർഷം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, പോരാട്ടം അവസാനിക്കുന്നില്ല, അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.